ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചേന മെഴുക്കുവരട്ടിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം ചേന ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഓണം കഴിയുമ്പം എല്ലാവർക്കും കറി വെക്കാനൊക്കെ നല്ല മടിയായിരിക്കും. എനിക്കും അങ്ങനെയാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ലൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അപ്പോൾ ചേന ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയാണ് കേട്ടോ. ഉള്ളി ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ട്, പച്ചമുളക് 2 എണ്ണം, പിന്നെ വെളുത്തുള്ളി ഒരു 3 ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു കടായി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വറ്റൽമുളകും അതേപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും അതേപോലെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. ചേനയും ചേർത്തിളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് വേവുന്ന ചേന ആയതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്നങ്ങ് വെന്തോളൂ കേട്ടോ. അപ്പം വേവുള്ളതാണെങ്കിൽ അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ചേന ഒരു 3/4 ഭാഗത്തോളം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് അലിഞ്ഞ് അതിൻ്റെ കൂടെ ചേരും. അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഉള്ളിയായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ കിട്ടും. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില്ലിയാണ്. അത് അല്പം മാത്രം ചേർത്ത് കൊടുക്കുക. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റാം കേട്ടോ. ആവി കയറ്റിയതിന് ശേഷം നമുക്കത് തുറന്ന് വെച്ച് 1 മിനിറ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചേന മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്